അസ്സലാമു അലൈക്കും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നമ്മളിപ്പം നമ്മളെ ഓരോ കോളേജുകളുടെ ഓരോ സ്ഥാപനങ്ങളുടെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രചരണം, കോളേജുകളിൽ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ വിവരങ്ങളൊക്കെ പോസ്റ്ററും മുഖാന്തരവും അതുപോലെ ബഹുമാനപ്പെട്ട നേതാക്കളുടെ വീഡിയോകളിലൂടെയൊക്കെ നമ്മൾ കേട്ട് കണ്ടിങ്ങനെ പോരുകയാണ്. അതിൽ വളരെ വ്യത്യസ്തമായി വളരെ കൗതുകമായി തോന്നിയൊരു അഡ്മിഷനാണ് വഫിയയുടെ അഡ്മിഷൻ ആരംഭിച്ചു എന്നുള്ളൊരു പോസ്റ്റർ കണ്ടു. സ്വാഭാവികമായി ഒരുവിധം കോളേജുകളിലൊക്കെ അഡ്മിഷൻ ആരംഭിച്ചതിന്റെ വിവരം ബഹുമാനപ്പെട്ട സമസ്തയുടെ സ്ഥാപനങ്ങളാകുമ്പോൾ സമസ്തയിൽ ഇപ്പോൾ നിലവിലുള്ള നേതാക്കൾ അവർ വീഡിയോയിലൂടെ ആ കോളേജിന്റെ പ്രചരണം തുടങ്ങിയിട്ടുണ്ട് എന്നും ഇന്ന പ്രായത്ത് മുതൽ ഇന്ന പ്രായം വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഈ വർഷത്തേത്, അപ്പോൾ താല്പര്യമുള്ള ആളുകൾ നമ്മൾ ബന്ധപ്പെടാന്നുള്ളതൊക്കെ നിലവിലെ നേതാക്കളാണ് പൊതുവെ അതിന് പ്രചരണം ചെയ്യല്. വഫിയയുടെ പ്രചരണം മൺമറഞ്ഞു പോയ സമസ്തയുടെ നേതാക്കൾ അന്ന് വഫിയ സംവിധാനങ്ങളെ പറഞ്ഞ ആ ഒരു നേട്ടങ്ങളൊക്കെ എടുത്ത് പറഞ്ഞ് വീഡിയോ ആക്കി അവരുടെ ഫോട്ടോകൾ വെച്ചിട്ടാണ് വഫിയ സംവിധാനം ഇപ്പോൾ അഡ്മിഷൻ ആരംഭിച്ചത് കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ അത് പഴയ വീഞ്ഞു പുതിയ കുപ്പിയിൽ എന്നൊക്കെ പറഞ്ഞ മാതിരി നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട സമസ്ത അതിന്റെ നേതാക്കളും എതിർത്തതാണ് വഫിയ സംവിധാനങ്ങളെ. പണ്ടൊക്കെ ഈ സംവിധാനങ്ങൾ ഏതുമാകട്ടെ ഇതിന്റെ അഡ്മിഷനൊക്കെ ആവുമ്പോൾ നമ്മളെ മഹല്ലത്തിലെ ഉസ്താദുമാര് അതുപോലെ മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദുമാര് മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠനം പൂർത്തിയാക്കി പോയ കുട്ടികളുടെ കഴിവിനനുസരിച്ച് ഓരോ കോഴ്സുകളിലേക്ക് ആളുകളെ അഥവാ നാട്ടിലെ കുട്ടികളെ നമ്മൾ അങ്ങോട്ട് കൊടുക്കാറുള്ളത്. അങ്ങനെയാണ് എല്ലാ സ്ഥാപനങ്ങളിലും ആളുകൾ വരുന്നതും സ്ഥാപനം വിജയിച്ചു പോകുന്നതും. അങ്ങനെ തന്നെയായിരുന്നു വഫിയവും ഒക്കെ. പക്ഷെ ഇപ്പോൾ അവരുടെ വാദം ഞങ്ങൾ ജനിച്ചപ്പോഴേ ഞങ്ങളിങ്ങനെ വലുതായി കണ്ടാണ്, ഞങ്ങളാളും വളർത്തിയതൊന്നുമല്ല, ഞങ്ങൾക്ക് ആരും സപ്പോർട്ട് വേണ്ട, നമ്മളിത് മതി എന്നുള്ളൊരു വാദക്കാരാണോ അവര്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഒരു പോസ്റ്ററുകൾ കണ്ടപ്പോൾ മൺമറഞ്ഞു പോയ നേതാക്കളുടെ ഫോട്ടോ വെച്ച് അവരുടെ വീഡിയോ വെച്ചുകൊണ്ടൊക്കെ അഡ്മിഷൻ ആരംഭിച്ചതും കോളേജുകളിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത് കണ്ടപ്പോൾ ദയനീയമായ ഒരു അവസ്ഥ. സമസ്ത മാറ്റി നിർത്താൻ പറഞ്ഞതിന് ജനങ്ങൾ, സമസ്തയെ ഉൾക്കൊള്ളുന്ന സമസ്തയെ സ്നേഹിക്കുന്ന ആളുകൾ മാറ്റി നിർത്തും. സമസ്ത ചേർത്ത് പിടിക്കാൻ പറഞ്ഞാൽ സമസ്ത ചേർത്ത് പിടിക്കും. അതാണ് രീതി. പക്ഷെ ഈ ഒരു വഫിയാന്റെ ഈ ഒരു പ്രചരണം കണ്ടപ്പോൾ സത്യത്തിൽ മനസ്സൊരു സങ്കടം. നമ്മളൊരു ഏട്ടത്തിനെ കാണിച്ചാണ്ട് അൻസത്തിനെ കെട്ടിച്ചാന്ന് നാട്ടുകാർ പറയണ മാതിരിയുള്ള ഒരു സിസ്റ്റം പഴയ നേതാക്കളെ വീഡിയോസ് ഒക്കെ വെച്ച് കാണുന്നുണ്ട്. പുതിയ നേതാക്കളെ വീഡിയോസ് കിട്ടൂല. കിട്ടുകയാണെങ്കിൽ മുഷാവറിയിലെ ഒന്നോ രണ്ടോ ആൾക്കാരത് കിട്ടിയേക്കാളും ബാക്കി ആരതും കിട്ടൂല. അത് ഭയങ്കര പ്രയാസം. അതുപോലെ തന്നെ ഞാനിന്ന് നമ്മളെ ഗ്രൂപ്പിൽ അതേമാതിരി സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ കണ്ടു. നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണേ, ഏറ്റവും കൂടുതൽ ബഹുമാനിക്കണേ, ഏറ്റവും കൂടുതൽ ആദരവോടുകൂടി കാണുന്ന ബഹുമാനപ്പെട്ട നദിവി ഉസ്താദിന്റെ സ്ഥാപനമായ ദാറുൽ ഹുദയിൽ സമസ്ത നേതാക്കൾ മാറ്റി നിർത്താൻ പറഞ്ഞ ഈ കണ്ട പ്രശ്നങ്ങൾക്കൊക്കെ നായികക്കല്ലായിട്ടുള്ള ഹക്കീം ഫൈസിക്ക് സ്വീകരണം കൊടുത്തതിന്റെ ഒരു വാർത്തയും ഫോട്ടോയും കണ്ടപ്പം മനസ്സിന് വല്ലാത്തൊരു വിഷമം, ഭയങ്കര വിഷമം. ബഹുമാനപ്പെട്ട നദിവി ഉസ്താദ് ഉൾക്കൊള്ളുന്ന സമസ്ത മുഷാവറ അംഗങ്ങളാണ് ഒരുപാട് ദിവസങ്ങളും മാസങ്ങളും എടുത്ത് കണ്ട് ഈ ഒരു CICക്കെതിരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. എന്നിട്ട് ആ മുഷാവറ അംഗത്തിൽപ്പെട്ട ഒരാൾ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉസ്താദിനോടുള്ള സ്നേഹവും ബഹുമാനവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ ഒരു പ്രയാസം കൂടി ഇവിടെ പങ്കുവെക്കുക.